എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. അപ്പോൾ അതിൽ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മോനെങ്കിലും ഡോക്ടർ ആവണം എന്നുള്ളത്. മാത്സിൽ ഗ്രിപ്പുണ്ടെങ്കിൽ സയൻസ് മാത്രമല്ല, മൊത്തത്തിൽ ലൈഫേ അങ്ങോട്ട് അതുകൊണ്ട് പിന്നെ ഭൂഗോളത്തിന്റെ സ്പന്ദനം, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റാണ്. സ്ട്രെസ് ഒഴിവാക്കാൻ നോക്കും തോറും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. കാരണം നമ്മൾ ഈ സ്ട്രെസ് ഇതാക്കാൻ നോക്കുമ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റമാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം അതായത് മെയ് 4-ാം തീയതി വരുന്ന എക്സാമിൽ മെയ് 3-ാം തീയതിത്തെ എക്സാമിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് വരുന്നത് മെയ് 4-ാം തീയതിയാണ്. ഹായ് ഓൾ, എല്ലാവർക്കും ഡോക്ടർ പോഡ്കാസ്റ്റിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ പിന്നെ കോളേജിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 1 വർഷം സീനിയറും ഇപ്പോൾ ജനറൽ മെഡിസിൻ ബേബിയിൽ PG ചെയ്യുന്ന തബ്ഷീറാണ്. തബ്ഷീറിനെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മളെ ക്ലാസ് എടുക്കാറുണ്ട്, നല്ല രീതിയിൽ മെൻറ്റർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കിലൊക്കെ തബ്ഷീർ ഭയങ്കര എക്സലായിട്ട് നിൽക്കാറുണ്ട്. അപ്പം സ്വാഗതം ചെയ്യാം തബ്ഷീറിനെ. അപ്പം പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ തബ്ഷീർ സാറെ ക്ലാസ് പിന്നെ അവസാനത്തെ സമയത്തോട്ടൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ റിപ്പീറ്റേഴ്സും സ്കൂളിലെ കുട്ടികളൊക്കെ, പിന്നെ തബ്ഷീർ സാറെ ക്ലാസ് ഒന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ചർച്ച ചെയ്യാനും പിന്നെ എങ്ങനെയായിരുന്നു തബ്ഷീർ അവൻ്റെ MBBS ജേണി അങ്ങോട്ട് എത്തിയതും അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സമയങ്ങളിൽ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് തബ്ഷീറിനോട് ചോദിക്കുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് ഏത് പ്രായം മുതലാണ് ആഗ്രഹം തുടങ്ങിയത്? എങ്ങനെയാണ് അതിന് എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടോ? എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഉണ്ടോ? എന്തായിരുന്നു ആ ജേണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. അപ്പോൾ അതിൽ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മോനെങ്കിലും ഡോക്ടർ ആവണം എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു മക്കളിൽ ആരെങ്കിലും ഒരാൾ ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പം മൂത്ത ഏട്ടന്മാർ അവരൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്ക് താല്പര്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഓരോരുത്തർ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ട് എന്നെ ഫോഴ്സ് ചെയ്തൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഞാനിത് കണ്ടീഷൻഡാണ്, ഞാനത് കേൾക്കുന്നുണ്ട്. ഉപ്പാക്ക് ഒരാളെങ്കിലും ഡോക്ടർ ആക്കണം, ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ സങ്കടമാണ്, എൻ്റെ മോന് ഡോക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലല്ലോ, ആ സാധനം. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഇത് കേട്ട് എൻ്റെ മനസ്സിലോട്ട് ഇത് പ്രോഗ്രാംഡാണ്, ലൈക്ക് ഞാൻ ഡോക്ടർ ആവണം എന്നുള്ള സാധനം. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, എന്നോട് ഇപ്പോൾ 6-ാം ക്ലാസ്സിനോ 7-ാം ക്ലാസ്സിനോ ആരെങ്കിലും എന്താവണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് മുതൽ ഡോക്ടർ തന്നെയായിരുന്നു പറയില്ല. എനിക്ക് അതിൽ തരത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ പഠിത്തവും ആ ഒരു മോഡലായിരുന്നു. അതായത് സയൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതായിരുന്നു എൻ്റെ മനസ്സിലാദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒബ്വിയസ്ലി ഇപ്പോൾ എന്താ പറയുക 10-ാം ക്ലാസ്സിലൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം ഞാൻ ജോഗ്രഫി ഹിസ്റ്ററി ഇനി പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രിക്കും മാത്സിന് ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം എനിക്ക് ചെറുപ്പത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മാത്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് സയൻസ് സബ്ജക്ട്സ് പൊതുവേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ട്രൂ. അത് സത്യമാണ്. കാരണം എൻട്രൻസിനൊക്കെ മാത്സ് നമുക്ക് നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ്, കാരണം ആസ് എ സബ്ജക്ട് മാത്സ് നമുക്ക് എന്തായാലും പഠിക്കാമല്ലോ. പക്ഷെ എന്നാലും മാത്സിൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്സിൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ സയൻസ് മാത്രമല്ല, മൊത്തത്തിൽ ലൈഫേ അങ്ങോട്ട് അതുകൊണ്ട് പിന്നെ ഭൂഗോളത്തിന്റെ സ്പന്ദനം, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റാണ്. പിന്നെ നമുക്ക് മനസ്സിലാവും, അതിലൂടെ നമുക്ക് വരാം. അപ്പം തബ്ഷീർ പറഞ്ഞ പോലെ തന്നെ പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് അറിയാം ഞാൻ മെഡിസിനിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പം എന്താ പറയുക, പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കൂടെ തന്നെ കോച്ചിങ് ചെയ്യായിരുന്നു. അപ്പം അത് പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ഒരു ഇൻസൈറ്റ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ 6-ാം ക്ലാസ് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പല രീതിയിലായിട്ട് ആഗ്രഹം നമുക്ക് പിന്നെ ഗ്രോ ചെയ്ത് വന്നു. ആ സമയത്ത് സയൻസ് വിഷയങ്ങളിലായിരുന്നു, അതായത് എന്താണോ എനിക്ക് വേണ്ടത് അതായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ കുട്ടികളൊക്കെ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പഠിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും അതൊരു പ്രഷറാണെന്ന് പറയും, എന്തിനാണ് ചെറിയ കുട്ടിയൊക്കെ ഇങ്ങനെ MCQ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രീമും സാധനങ്ങളും സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ എന്താണ് തബ്ഷീറിൻ്റെ ഒരു അഭിപ്രായം? ഡ്രീമും സാധനം സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറൈസ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം അത് പ്രഷറൈസ് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഈ ഫൗണ്ടേഷനിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമുണ്ട്. നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം +1 NCERT ഒരു നീറ്റിന് പഠിക്കുന്ന കുട്ടി ഫസ്റ്റ് ഫിസിക്സിൽ പഠിക്കുന്നത് മെക്കാനിക്സ് ആണ്. അപ്പോൾ മെക്കാനിക്സിൽ കുട്ടി പഠിക്കുന്നത് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസും ലോസ് ഓഫ് മോഷൻസും ഗ്രാവിറ്റേഷനും ഇങ്ങനത്തെ കാര്യങ്ങളാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലേ ഇത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ തുടങ്ങിയ ഫിസിക്സിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് നമ്മൾ +1 +2 പഠിക്കുന്നത്. സെയിം പേരാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതിന്റെ ഒരു കുറച്ചൊരു എക്സ്റ്റൻഷൻ മാത്രം. അപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് 8ലെയും 9ലെയും ഫിസിക്സ് നല്ലോണം പഠിച്ചത് എനിക്ക് +1 +2 ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം നല്ലൊരു ഫൗണ്ടേഷനാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അതേപോലെ ഇപ്പോൾ ട്രിഗ്നോമെട്രി ആണെന്നുണ്ടെങ്കിലും ട്രിഗ്നോമെട്രി നമ്മൾ എന്താ പറയുക, നമ്മൾ +1 എത്തുമ്പോഴായിരിക്കും ഈ ട്രിഗ്നോമെട്രി വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെയും തുടക്കം നമുക്ക് ഹൈസ്കൂളിൽ നിന്ന് ഇട്ടുതരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നന്നായിട്ട് നമുക്ക് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇനീഷ്യലി ഈ സാധനം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ. പക്ഷേ അത് ഇപ്പോൾ പലപ്പോഴും കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രഷറൈസിങ് ലെവലിലോട്ട് പോകുന്നുണ്ട്. അതായത് കുട്ടികൾ എന്തായാലും പഠിക്കുക, 5ാം ക്ലാസ് മുതൽ IIT-ക്കുള്ള തുടങ്ങി ആ ഒരു സംഭവത്തിനോട് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല. കൂളായിട്ടിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് SLC എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇതിന് മറ്റൊരു ആസ്പെക്റ്റാണ് എന്ത്, ഈ പറയുന്ന A+ കിട്ടുക എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടി വേറെ ഉണ്ട്. അപ്പോൾ A+ കിട്ടാൻ കുറേ ട്രിക്സും കാര്യങ്ങളും യൂട്യൂബ് ലൈവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തലേന്ന് കുറേ പഠിച്ച് പോയി മാർക്ക് ചെയ്താൽ അത്യാവശ്യം ഷോർട്ട് ടൈം മെമ്മറിയുള്ള ആൾക്കാരാണ്. അപ്പം ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയാറുള്ളത്, പിന്നെ ഈ ഒരു A+ അല്ല ശരിക്കും വേണ്ടത്. നമ്മളിപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും പഠിച്ച ബയോളജിയിൽ പിന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോഴും ആസ് എ ഡോക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു A+ പ്രഷറൈസ് ചെയ്ത് ഇനിയിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് ചിലപ്പോൾ SLC റിസൾട്ട് വരുന്ന സമയത്ത് A+ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവനും ഭയങ്കര ഐഡിയപരമായിട്ട് പ്ലാൻ ചെയ്തേക്കാറുണ്ട്. സയൻസ് സബ്ജക്റ്റിൽ ചിലപ്പോൾ 4 A+ ഉണ്ടാവും, ബാക്കി 6 A+ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവൻ ശരിയാണ്, പക്ഷെ പബ്ലിക്കിന് എന്തല്ല, അവന് 4 A+ ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്താണ് ആ പാരൻസ്, അങ്ങനെ ബന്ധപ്പെട്ട പാരൻസിനോടൊക്കെ എന്താണ്, അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും സ്ഥിരമായിട്ട് പറയാറുള്ള സാധനം, അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിന് എക്സാം എന്ന് മാത്രമേ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് പറയാറുള്ളൂ, ബാക്കി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ എടുത്ത് നോക്കും, ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നോക്കുമ്പം ലാംഗ്വേജസിൽ, ഇപ്പോൾ സ്കൂളിൽ എക്സാം നടത്തുമ്പോൾ ലാംഗ്വേജസിലൊക്കെ കുറച്ച് മോശമാണ്, കുറച്ച് ഗ്രാമാറ്റിക്കൽ പ്രശ്നവും കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രശ്നമുണ്ട്. സ്കൂൾ എക്സാംസിൽ മാർക്ക് കുറച്ച് താഴെയായിരിക്കും. പക്ഷേ എൻട്രൻസ് കോച്ചിങ്ങിൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആ ഒരു ലോജിക് ഉണ്ട്, ഇവർക്ക് അത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെ അറിയാം, സയൻസ് സബ്ജക്ട്സ് കാണുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. അപ്പം ഈ സ്കൂളിലെ A+ കാര്യങ്ങളും നിങ്ങൾ നോക്കേ വേണ്ട. അത് ലൈക്ക് എന്താ പറയുക, നമുക്കിപ്പം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് SLC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവന് 10+ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക നമുക്കൊരു ഇത് കിട്ടുന്നല്ലാണ്ട് വേറെ നമുക്ക് ലൈഫിൽ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ഇവിടെ എത്തുക, ഇവിടേക്ക് ഇത്തിരി കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 കൊല്ലമായി, 13 കൊല്ലമായി. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ച നമ്മളെ ഫ്രണ്ട്സ് അവരെത്തിക്കുന്ന രീതി സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഈ മോർ ദാൻ എഡ്യൂക്കേഷന് കൂടെ തന്നെ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറൊക്കെയാണ് അവരാക്കി തീർക്കുന്നത്. അതേപോലെ നല്ല പണി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കുട്ടികളെയും ഇപ്പോൾ ടീച്ചർമാരും പാരൻസും കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. കുട്ടികളെ ഈ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്തിട്ട് വിലയിരുത്തി സൈഡാക്കരുത് എന്നുള്ളതുണ്ട്. അപ്പോൾ A+ന്റെ കണക്കൊന്നും അല്ല ശരിക്കും മാറ്റർ ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഇപ്പോൾ ഒരു ക്വസ്റ്റൻ, ഇപ്പോൾ എനിക്കൊരു ക്വസ്റ്റൻ കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ സെയിം ക്വസ്റ്റൻ ഇപ്പോൾ ഒരു മെക്കാനിക്സ്, ഇപ്പോൾ 2D ഒരു പ്രൊജക്ടൈലിൻ്റെ ക്വസ്റ്റൻ എനിക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനും ഒരു MCQ എക്സാമിനും കിട്ടിയെന്നായിരിക്കും. ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് സംഭവം ഒരു കുട്ടിക്ക് ഒരു എൻട്രൻസ് സോൾവ് ചെയ്യുന്ന കുട്ടിക്ക് പ്രൊജക്ടൈൽ മോഷനിലെ ഒരുവിധം ക്വസ്റ്റൻസ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എങ്ങനെ ആൻസറിലോട്ട് എത്തി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില കുട്ടികളുടെ ബ്രെയിൻ വിൽ ബി ലൈക്ക് അവർക്കൊരു ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ആ ആൻസർ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ എങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ചിലർക്ക് അത് അറിയുന്നുണ്ടാവും. ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് അവർക്ക് ബ്രെയിൻ കിട്ടിയത്, ബ്രെയിനെ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി, അവിടെ യുവിൻ്റെ വാല്യൂ എഴുതി, വിൻ്റെ വാല്യൂ എഴുതി, എൻ്റെ വാല്യൂ എഴുതി, ഇതെല്ലാം ഫൈനൽ സ്റ്റെപ്പ് എഴുതി കട്ട് ചെയ്ത് അതിനെല്ലാം മാർക്കുണ്ട്. അപ്പം ബട്ട് അത് വേണമെന്ന് ചോദിച്ചാൽ അത് വേണം, അതൊരു വേറെ തന്നെ ടൈപ്പ് ഇതാണ്. പക്ഷെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഫീൽഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് സാധനത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം A+ന്റെ എണ്ണം എൻട്രൻസിൻ്റെ റിസൾട്ടിനെ ബാധിക്കേ ഇല്ല. അത് ഷുവറാണ്. സിമിലർലി ആണ് നമ്മളൊരു കുട്ടീനെ 10ാം ക്ലാസ്സിലൊന്നും ആരും എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. അത് ചിലപ്പോൾ അവർ ഭാവിയിൽ അവർക്ക് ചിലപ്പം ഇതുവരെ അവരുടെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല, നല്ലൊരു അക്കാഡമിക്സ് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർ നന്നായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആരെയും എന്ത് ചെയ്യരുത്, കുറച്ച് കാണരുത് എന്നുള്ളതാണ് കാര്യം. ഇനി ഇപ്പം തബ്ഷീർ +1 +2 പിന്നെ നമ്മൾ ഒരുമിച്ച് ട്യൂഷനുണ്ടായിരുന്നു. തബ്ഷീർ ഒരു കൊല്ലം മുന്നേ തന്നെ എന്ത് ചെയ്തു, കയറിപ്പോയി. നോർമലി ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ ആൾക്കാരാണ് ഫസ്റ്റ് ചാൻസിൽ ഈ MBBS കിട്ടുക. MBBS മറ്റു എൻട്രൻസും കിട്ടിയിട്ടുണ്ടായി, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ആ ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ വാങ്ങിയെടുക്കണമെന്ന് വാശി ഉണ്ടായിരുന്നോ, അതോ അങ്ങനെ
ആ റൂട്ടിൽ മനസ്സിലായതാണോ, ഇൻസൈറ്റ് വന്നതാണോ, എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷനും സാധനങ്ങളൊക്കെ? നമ്മളൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ദക്ഷിണ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, കയറി. അത് എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 10 കഴിഞ്ഞപ്പോൾ എനിക്കും വലിയ ആയിട്ടൊന്നുമില്ല. അതായത് 10 ഇങ്ങനെ 10 കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് എന്താ പറയുക, നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ +1 +2 ഒക്കെ കയറി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ആയിട്ടൊന്നുമില്ല. അതായത് കാരണം എല്ലാവരുടെയും പോലെ ഞാനും വിചാരിച്ചിരുന്നു റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ എൻട്രൻസ് കിട്ടുള്ളൂ. അപ്പം ഒരു റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ അപ്പം ഞാനും വിചാരിച്ചു നമുക്ക് ആദ്യത്തെ 2 കൊല്ലം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് വേണ്ടിയിട്ട് പഠിക്കുക, എന്നിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് കയറാം എന്നുള്ളൊരു പ്ലാനായിരുന്നു എനിക്ക്. പക്ഷെ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ 8ലെയും 9ലെയും 10ലെയും സയൻസ് സബ്ജക്ട്സിൻ്റെ ബേസ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പം ആ ഒരു സാധനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാര്യം, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഒരു കുട്ടി സോൾവ് ചെയ്യുന്നത് ലെവൽ 1 ക്വസ്റ്റൻസ് ആണ്. ആൻഡ് ഒരു MCQ ബേസ്ഡ് എക്സാമിന് നമ്മൾ സോൾവ് ചെയ്യുന്നത് ലെവൽ 2ഉം ലെവൽ 3ഉം ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലോട്ട് കയറി സ്കൂളിലും കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ എൻട്രൻസിന് ഞാൻ പഠിക്കുന്ന ടോപ്പിക്സ്, ഞാൻ ഇവിടെയും പഠിക്കുന്ന ടോപ്പിക്സും അവിടെ പഠിക്കുന്ന സിലബസ് രണ്ടും സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ഞാൻ ഇവിടെ ചെയ്യുന്നത് ലെവൽ 1 ക്വസ്റ്റനും അവിടെ ഞാൻ ചെയ്യുന്നത് ലെവൽ 2ഉം ലെവൽ 3ഉം ക്വസ്റ്റനാണ്. അപ്പോൾ ഒരു ലെവൽ 2ഉം ലെവൽ 3ഉം ക്വസ്റ്റനും വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 1 എനിക്ക് വരും. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വന്നു എനിക്ക്. ആ ഒരു റിയലൈസേഷൻ വന്നു. പിന്നെ 1-2 മെഗാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഏകദേശം റിപ്പീറ്റേഴ്സിൻ്റെ റാങ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു +1 പകുതിയായപ്പോൾ തോന്നി, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഒരു വർഷം റിപ്പീറ്റിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നത്? നമ്മൾ ഈ വർഷം തന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിന് വേണ്ടി എൻട്രൻസിന് വേണ്ടി പഠിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ വരുന്നുണ്ടല്ലോ, ഒന്നിരുന്ന് നോക്കിയാൽ കിട്ടിയാലോ എന്നുള്ളൊരു മൂഡ് അപ്പോൾ വന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അതിൻ്റെ കൂടെ അപ്പം പിന്നെ എനിക്ക് ഞാൻ അതിലോട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ +1 +2 അല്ലെങ്കിൽ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ എൻട്രൻസിന് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി നമ്മുടെ കൂടെ പോരും. കാരണം എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ട് എനിക്ക് ഹയർ സെക്കൻഡറിൽ ഒരിക്കലും മാർക്ക് വന്നിട്ടില്ല. 1200 1190 മാർക്കുണ്ട്. അപ്പം എൻട്രൻസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലെവൽ 2, 3 ക്വസ്റ്റ്യൻ കണ്ടുവരുന്നൊരു കുട്ടിക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ സോൾവ് ചെയ്യാൻ പറ്റും. അതേ ഉള്ളൂ അതിൻ്റെ ഒരു. എവറസ്റ്റ് കയറുന്ന ആൾക്കാർക്ക് സാധാ കുന്നുമല കയറാൻ വലിയ പണി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇപ്പം ദക്ഷിണ സമയത്തുള്ള സർക്കിളൊക്കെ എനിക്കറിയാം, നമ്മളൊക്കെ ഏകദേശം ഒരു ടീമായിരുന്നു. പക്ഷേ അതിലൊക്കെ നമ്മളാരും അതിലോട്ട് വന്നിട്ടില്ല. ആ ബസ് സ്റ്റാൻഡിൽ തന്നെ കയറണമെന്നോ പഠിക്കണമെന്നോ അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ ആ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ ഇല്ലാതെയോ ഒരു സാധനം ആ സമയത്ത് ആ ഒരു ഏജിലൊക്കെ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുമല്ലോ. പക്ഷേ തബ്ഷീർ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ പഠിച്ചും ചെയ്തു, അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ആ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറിലോ ആ ഒരു വലയത്തിലോ പെടാതെ എങ്ങനെയാണ് ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയത്? സത്യം പറഞ്ഞാൽ കുറേ ഭാഗ്യം ഉണ്ടാവും. കാരണം അന്നത്തെ ഒരു ഫാക്ടർ, അന്ന് നമുക്ക് എന്താ പറയുക, എല്ലാം കുറേ ഇതുണ്ടാവും, പഠിച്ചവൻ്റെ കാര്യങ്ങളുണ്ടാവും അവർ പറയാം. പക്ഷേ അത് കൂടാണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പൊതുവെ സയൻസിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ്. അതാണ് എനിക്ക് തോന്നിയൊരു വ്യത്യാസം. കാരണം എനിക്ക് പഠിക്കുന്നത് ഒരിക്കലും ഇപ്പം എന്താ പറയുക, രാത്രി ഉറക്കൊഴിച്ച് എക്സാമിൻ്റെ തലേന്നൊക്കെ ഇരുന്ന് പഠിക്കുന്നത് എനിക്കും സ്ട്രെസ് തന്നെയാണ്. പക്ഷെ പൊതുവെ ആസ് എ ഹോൾ എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫിസിക്സിലൊക്കെ ഇപ്പോൾ മെക്കാനിക്സിലെ ഒരു പുതിയ ക്വസ്റ്റൻ ഞാൻ ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റൻ ഞാൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡോപ്പമിൻ റിലീസ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സാധനത്തിലാണ് ഞാൻ വീണ്ടും പിടിച്ചു വരുന്നത്. ഒരു പുതിയ ക്വസ്റ്റൻ കാണുമ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത ഒരു ക്വസ്റ്റൻ ഞാൻ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും എന്താ പറയുക, നമുക്ക് നല്ല കാര്യമില്ല. ഞാൻ ഒരു പുതിയ ഇക്വേഷൻ പഠിച്ചു, ആ ഇക്വേഷൻ വേറെ ക്വസ്റ്റൻ കാണുമ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുതിയ ഡോക്യുമെന്റ് ഇങ്ങനെ കിക്ക് കിട്ടും. അത് നമ്മളിങ്ങനെ വീണ്ടും ഇതാക്കിയിട്ട് പോകും. അതാണ് ബേസിക്കലി. അതായത് ഇപ്പോൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പറയല്ലോ, വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതന്നെയാണ് നമ്മളൊരു ഫൺ. അതായത് ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളെ ഫൺ അതാണ്. ഇപ്പം ഓരോ ആൾക്കാർക്ക് ഓരോ ഇതുണ്ടല്ലോ. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ അതിനനുസരിച്ച് പെരുമാറുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം സ്ട്രെസ് ഒഴിവാക്കാൻ നോക്കും തോറും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. കാരണം നമ്മൾ ഈ സ്ട്രെസ് ഇതാക്കാൻ നോക്കുമ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റം ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം സ്ട്രെസ് വരുന്ന പൊതുവെ കുട്ടികൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും കാണുന്ന കുട്ടികൾ 2 ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അയ്യോ എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട് അത്. മറ്റൊരു പറഞ്ഞു നാളെ നീറ്റാണെങ്കിൽ കുഴപ്പമില്ല, നാളെ നീറ്റ് വന്നു. പക്ഷേ ഈ സെക്കൻഡ് ഗ്രൂപ്പാണ് എപ്പോഴും ബെറ്റർ പെർഫോം ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അവർ ഓവർ സ്ട്രെസ്ഡ് അല്ലാണ്ടാവുന്ന സമയത്ത് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള സാധനം എന്തായാലും ഒരു പുറത്ത് വരും. പഠിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വരും. ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് ബ്ലാങ്ക് ആയി പോകും. കാരണം അവർ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ബ്ലാങ്ക് ആയി. അപ്പോൾ ആ ഒരു സ്ട്രെസ് ലെവൽ എനിക്കറിയാം. നിങ്ങളിപ്പോൾ എന്താ ഭയങ്കര കോമ്പറ്റീവ് എക്സാം ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെസ് ലെവൽ ഇപ്പം ഞാൻ ഇവിടുന്ന് പറയുന്ന അത്ര സുഖമായിരിക്കില്ല ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ മാക്സിമം സ്ട്രെസ് ലോവർ സൈഡിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. അപ്പോഴേ നമുക്ക് ശരിക്കുള്ള എക്സാമിൽ നമ്മുടെ സ്ട്രെസ് കുറവുണ്ടാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റുള്ളൂ. സിമിലർലി ഇപ്പം ഈ ഒരു സമയത്ത് ചോദിക്കുന്ന ഡൗട്ടാണ്. അതായത് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ചോദിക്കും, ആദ്യം നല്ല മാർക്ക് കൂടിയുണ്ടായിരുന്നു, ഇപ്പോൾ അവസാനത്തെ ഒരു മാസം 1.5 മാസമൊക്കെ ഇനിയേ ഉള്ളൂ, ആ സമയത്ത് മാർക്ക് കൂടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ താഴ്ന്നേ ഉള്ളൂ, അപ്പോൾ നിർത്തല്ലേ, ഞങ്ങൾ വീട്ടിൽ പോകില്ലേ എന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ എന്താണ് അതിനോടുള്ളൊരു? അതായത് നമ്മൾ
ഒരു സാധനത്തിലോട്ട് ഇറങ്ങി തിരിച്ചു. ഈ വർഷം നമ്മൾ നീറ്റ് ചെയ്താണ് നമ്മൾ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 മാസത്തിന് ഏകദേശം വർക്ക് ചെയ്തു. 8 മാസത്തിന് ഏകദേശം വർക്ക് ചെയ്തിട്ട് അവസാനം നമുക്കിങ്ങനെ തോന്നൽ വന്നിട്ട് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു മണ്ടത്തരമില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഈ വർഷം നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അതിന് വേണ്ടി 8 മാസം വർക്ക് ചെയ്തിട്ട് ഇനി നിർത്താൻ അർത്ഥമില്ല. ഓൾറെഡി ഞാൻ നീറ്റ് എഴുതുന്നില്ല, ഞാൻ ഇതെല്ലാം എൻ്റെ ഫീൽഡിൽ തീരുമാനിച്ച് വേറെ വല്ല പണിക്കും പോയാണ് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ പാരൻസിൻ്റെ സമയവും പൈസയും എല്ലാം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിലോട്ട് അങ്ങനത്തെ അപ്പോൾ നമുക്ക് ഈ തുടക്കത്തിൽ നമുക്ക് മാർക്ക് കൂടിയിട്ട് ലാസ്റ്റിലോട്ട് ആ മാർക്ക് ഗ്രാഫ് ഇമ്പ്രൂവ് ആവുന്നില്ല, അല്ലെങ്കിൽ ഗ്രാഫ് സ്റ്റാറ്റിക് ആവുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി എനിക്ക് തോന്നുന്ന 2 കാരണങ്ങളുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ആങ്ഷ്യസ് ആവുന്നതാണ്, സ്ട്രെസ്ഡ് ആവുന്നതാണ്. അതായത് ടുവേർഡ്സ് ദി എക്സാം ഓവർ തിങ്കിങ് കൂടും, അവർക്ക് ആങ്സൈറ്റി കൂടും, സ്ട്രെസ് കൂടും. ഇതെല്ലാം കൂടി ആയിട്ട് അവർ പഠിച്ച കാര്യം അവർക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആങ്സൈറ്റി ഇഷ്യൂസ് മെയിൻലി വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇംപ്രോപ്പർ സ്ലീപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ, അതായത് ശരിക്കും ഒരു നീറ്റ് എക്സാം വരുമ്പം അതുപോലത്തെ കുറേ മോക്ക് എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള എക്സാമിന് നമുക്ക് ആങ്സൈറ്റി ലെവൽ കുറക്കാൻ പറ്റും. അപ്പം കൂടുതൽ അങ്ങനത്തെ സാധനത്തിനോട് സെൻസിറ്റൈസ് ആവുക, നമ്മൾ റിയൽ ടൈം എക്സാം സിനാരിയോസിനോടും അങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനത്തെ എക്സാം സിറ്റുവേഷൻ വരുമ്പോൾ ടെൻഷൻ കുറക്കാൻ പറ്റും. ഇനി രണ്ടാമത് ഈ മാർക്ക് കൂടാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി നിങ്ങൾ റിപ്പീറ്റർ ആയിരിക്കും. അപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പിയേഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ചിലപ്പം അവർ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കൂടെ ഈ എൻട്രൻസിന് ബന്ധമായിട്ട് ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, അവരിപ്പോഴേക്കും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോൾ അവരിപ്പോഴേക്കും എൻട്രൻസിൻ്റെ കുറേ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ലെറ്റ്സ് സേ നിങ്ങൾ എന്താ പറയുക, ഹൈസ്കൂൾ നമ്മുടെ ഫസ്റ്റ് ചാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു വർഷം കൂടി, നിങ്ങൾ കഴിഞ്ഞ വർഷം ഇട്ടതിനേക്കാളും ഒരു വർഷം കൂടി എക്സ്ട്രാ ഈ വർഷം ഇടുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ പഠിക്കാനാണ് ആവശ്യമില്ലല്ലോ. അപ്പം റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ പഠിത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എൻട്രൻസ് കിട്ടാത്തത്. ആ പ്രശ്നങ്ങൾ ഞാൻ റിപ്പീറ്റ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എൻട്രൻസ് കിട്ടും എന്നുള്ള ആ ഒരു സാധനം കൊണ്ടാണ്. അപ്പം നമ്മുടെ അതായത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഇപ്പം നമ്മളോടൊന്ന് ചോദിക്കും ഞാൻ എത്ര സമയം പഠിക്കണം, ഞാൻ പകലാണോ പഠിക്കേണ്ടത്, രാത്രിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കുട്ടികൾ പറയുന്നത്, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെക്കാൾ നന്നായിട്ട് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പഠിത്തത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കാൾ നന്നായിട്ട് വേറൊരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം നോക്കിയിട്ട് സ്വയം റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങണം. അപ്പം നിങ്ങളുടെ മാർക്ക് കൂടുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ സ്റ്റഡി മെത്തേഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടു ആങ്ഷ്യസ് ആണ്. ഇത് രണ്ടും കാരണമാണ് നമ്മുടെ മാർക്സ് ഗ്രോ ചെയ്യാത്തത്. ആങ്സൈറ്റി കൂട്ടാനും വേണ്ടിയിട്ട് പിള്ളേരെന്താ വെച്ചാൽ നമ്മൾ കുറേ മോക്ക് എക്സാംസ് വെക്കും. ഈ മോക്ക് എക്സാംസിന് അവർക്ക് ലേണിംഗ് ആണല്ലോ ശരിക്കും. ഇവർ ഈ മാർക്കും അവരുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് കൂടുതൽ ആങ്ഷ്യസ് ആകുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ബെസ്റ്റ് ഔട്ട്പുട്ട് നീറ്റിനാണ് വരേണ്ടത് എന്നുള്ളത്. അതായത് മെയ് 4-ാം തീയതി വരുന്ന എക്സാമിൽ മെയ് 3-ാം തീയതിത്തെ എക്സാമിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് വരുന്നത് മെയ് 4-ാം തീയതിയാണ്. അതുവരെ നിങ്ങൾക്ക് എന്താണ് ഓരോ എക്സാമിലും നിങ്ങൾ എടുക്കേണ്ട ഇപ്പോൾ എന്താണ് ആ മിസ്റ്റേക്ക് ഞാൻ വരുത്തിയത്, അത് എങ്ങനെ ഞാൻ വരുത്താതിരിക്കും, ഇങ്ങനത്തെ രീതിയിലുള്ള ലേണിംഗ് ആണ് വരേണ്ടത്. പിള്ളേരുടെ ഓരോ എക്സാമിനും എന്ത് ചെയ്യും, ടെൻഷൻ അടിക്കും. ആ കഴിഞ്ഞ എക്സാമിൽ കുറഞ്ഞു, അപ്പോൾ അടുത്ത എക്സാം അത് ടെൻഷൻ അടിച്ച് അതും കുറഞ്ഞു, മാർക്ക് പ്രിപ്പറേഷൻ ടൈം പോയി, അങ്ങനെ കുറേ തിങ്കിങ്ങും ഡിസ്കഷനും കരച്ചിലൊക്കെ. ഈ ആങ്സൈറ്റിയും ടെൻഷൻ ഇഷ്യൂസും വരുമ്പം ഇവർക്ക് മെയിനായിട്ട് തോന്നുന്ന പ്രശ്നം, ചിലർ വിചാരിക്കേണ്ടത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ്, അത് ബാക്കിയെല്ലാവരും നല്ല സിമ്പിളായിട്ട് കൂടായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ പഠിച്ചോ എത്ര ടെൻഷൻ, ആ ഒരു സാധനം ചിലർക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആങ്സൈറ്റി ഇഷ്യൂസ് നിങ്ങൾ ഇത്ര ചെറിയൊരു പ്രായത്തിൽ നിങ്ങൾ ഭയങ്കര കോമ്പറ്റീഷൻ, 25 ലക്ഷം കുട്ടികൾ എഴുതുന്ന നല്ല കോമ്പറ്റീഷൻ ഉള്ളത് ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഇമ്മൻസ് സ്ട്രെസ്സിലൂടെയാണ്. അതിലൊരു സംശയമില്ല. അപ്പം ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അവിടെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ആർക്കും ഡെവലപ്പ് ചെയ്യാം. അപ്പം നമ്മളത് എത്ര ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളിത് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടില്ല എന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ അവസാനം. ലൈഫിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വെറും നമ്മുടെ ലൈഫിൽ ഒരു ഫേസാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഇത്രയും പ്രഷറിലൂടെ പോകുമ്പോൾ അവിടെ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നോർമലാണെന്ന് മനസ്സിലാക്കുക. ആ ആങ്സൈറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, ആങ്സൈറ്റി വരികയാണെങ്കിൽ നോർമലാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നപ്പോൾ അയ്യോ എനിക്ക് ടെൻഷനായി, എനിക്ക് ഇനി പഠിക്കാൻ പറ്റില്ല, എനിക്ക് റാങ്ക് കിട്ടില്ല, അങ്ങനല്ല. ആങ്സൈറ്റി വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ആങ്സൈറ്റി നന്നായിട്ട് ഡീൽ ചെയ്യുന്നവർക്കാണ് നന്നായിട്ട് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ആങ്സൈറ്റി നന്നായിട്ട് ഡീൽ ചെയ്യും, അതായിരിക്കും നമ്മളുടെ ചോദ്യം. അപ്പോൾ അത് ഭയങ്കര വാലിഡ് കാര്യമാണ്. അതായത് ഈ പറയുന്ന നമ്മൾ ലൈഫിൽ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുന്നതോ അവിടെ സ്ട്രെസ്സും ആങ്സൈറ്റി എന്തായാലും ഉണ്ടാവും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതോ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു, അതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. പിന്നെ നിങ്ങളൊരു മേഖലയിലേക്ക് വരാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആഗ്രഹത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നു, ഒരു കൊല്ലം വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് നിങ്ങൾ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾ ഇട്ടോ നോക്കുക. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ ചോയ്സ് മാറ്റി പിടിക്കുക എന്നുള്ളത്. അന്നത്തെ പണ്ട് നമുക്ക് ആകെ ഡോക്ടർ എഞ്ചിനീയർ മാത്രമേ ഉള്ളൂ നമ്മുടെ സമയത്ത് വരെ. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ.
അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഈ ഇന്റർവ്യൂസ് എടുത്ത് അതിൻ്റെ സ്റ്റഡി ഉണ്ട്. അപ്പം അതിൽ അവർ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല സക്സസ് ആയിട്ടുള്ളത്. നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അത് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവ് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ആൾക്കാരല്ല. നെഗറ്റീവ് സിറ്റുവേഷൻസ് ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. അത് നിങ്ങൾ എക്സാം കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും. പക്ഷെ അത് ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ബെറ്റർ, അതാണ് നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ലൈഫിലോട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ 10ാം ക്ലാസ് എക്സാം നടക്കുന്ന ആൾക്കാരുണ്ടാവും, +2 എക്സാം നടക്കുന്ന ആൾക്കാരുണ്ട്, ഇതിന് ശേഷം കുറേ എൻട്രൻസ് വരാണ്ട്. അപ്പോൾ എല്ലാവരും ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ആ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനനുസരിച്ച് ഉണ്ടാവും നിങ്ങളെ ത്രൂ ഔട്ട് ലൈഫിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ തഫ്ഷീർ കുറേ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൽ കുറേ കിട്ടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ IIT ഉണ്ടായിരുന്നു, അന്ന് തോന്നുന്നു AFMC ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് CMC തിരഞ്ഞെടുത്തു? അതിലേക്ക് വരുന്നതിന് മുന്നേ ഏറ്റവും ടഫുള്ള എക്സാം എന്തായിരുന്നു? പക്ഷേ IIT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് തിങ്. IIT എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യത്തിൽ 6 മണിക്കൂറിൻ്റെ എക്സാമാണ്. നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ സാധനമാണ് റിപ്പീറ്റിന് പഠിക്കുന്നത്. അപ്പോൾ എൻട്രൻസിനായിട്ട് നമ്മൾ പ്രത്യേകം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടി പല സ്ഥാപനത്തിൽ നിന്നൊക്കെ നല്ല സ്കോളർഷിപ്പ് കൊടുത്തു. പക്ഷേ അവസാനം നമുക്ക് വന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ നീറ്റിൽ ഗ്രിപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് ശേഷം എന്നിട്ട് കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ഒരുപാട് പഠിച്ചു, ഞാൻ MBBS ഒന്നും പഠിക്കുന്നില്ല, MBBS ഞാൻ ഫുള്ള് ചില്ല് ചെയ്ത് നടക്കാമെന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി അറിയാണ്ട് കുറച്ച് പഠിക്കും, അവർ പാസ്സാവും ചെയ്യും.